ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ കർവ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇനി നമ്മൾ അത് തമ്മിൽ കണക്ട് ചെയ്ത് ഇതുപോലത്തെ കർവ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. വീണ്ടും അത് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ഒരുപാട് കർവ്സ് വരുന്ന ഡിസൈനാണ്. അപ്പോൾ ഇത്രയും കർവ്സ് നമ്മൾ വരച്ച് ചേർക്കേണ്ടി വരും. 1, 2, 3 ഇതുപോലെ കർവ് തമ്മിൽ അപ്പുറത്തെ കർവായിട്ട് ഇതുപോലെ കണക്ട് ചെയ്തെടുക്കുക. ഓക്കെ, വീണ്ടും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കണക്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഔട്ടറിലെ അതുകൂടെ കണക്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഔട്ടറിലെ കർവ്സും ഇതുപോലെ കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അകത്ത് ചെയ്ത പോലെ ഔട്ട് സൈഡും ഇതുപോലെ കർവ്സ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ പൂക്കളായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, വളരെ ഭംഗിയായിരിക്കും കാണാൻ. ഓക്കെ, ഇതുപോലെ നമ്മൾ ഔട്ടറും ഇൻസൈഡും ഒക്കെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി അകത്ത് നമ്മൾ ഗണപതി ഭവനം വരയ്ക്കാനായിട്ട് ഇതുപോലെ ചെറിയ ഡിസൈൻ സിമ്പിൾസ് ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള ഹെഡ് പോർഷനും വരയ്ക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തെടുത്ത ശേഷം അപ്പുറത്തുമായിട്ട് ആ ഇയർ പോർഷൻ വരയ്ക്കുക. ഓക്കെ, ഇനി സെൻറ്റർ പോർഷൻ ഇതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. കുറച്ച് വരയ്ക്കാൻ ടൈം എടുക്കും, പക്ഷെ വരച്ച് കഴിഞ്ഞാൽ അടിപൊളി ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അപ്പുറത്തുമായിട്ട് നമ്മൾ ലെഗ് പോർഷനൂടെ കണക്ട് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ലെഗ് പോർഷനും റൈറ്റ് സൈഡിലുള്ള ലെഗ് പോർഷനും നമ്മൾ കണക്ട് ചെയ്ത് ഇതുപോലെ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിളായിരിക്കും സെൻറ്ററിലുള്ളത്. അപ്പോൾ വളരെ താഴെയും ഇതുപോലെ കണക്ട് ചെയ്തെടുത്ത ശേഷം അപ്പുറത്തും ആ ലെഗ് പോർഷൻ്റെ ബാക്കി ഫുഡ് പോർഷനൂടെ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ചെറിയ സിമ്പിൾസൊക്കെ വരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ഫ്രം പൂക്കളം ടീം.